ഒരു കാര്യം വളരെ കൃത്യമായി, ഇനി ഒരിക്കലും അരവിന്ദ് കേജ്രിവാൾ, ആം ആദ്മി പാർട്ടിയുടെ നേതാവ്, ഡൽഹിയുടെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നില്ല. കാരണം ഉറച്ചിട്ട് തന്നെയാണ് അദ്ദേഹം രാജിവെച്ചൊഴിഞ്ഞ് അതിഷിയെ അവിടെ മുഖ്യമന്ത്രിയായിട്ട് കൊണ്ടുവരുന്നത്. ഡൽഹിയുടെ ചരിത്രത്തിലെ മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് ഈ വരാൻ പോകുന്ന പുതിയ ആം ആദ്മി പാർട്ടിയുടെ നേതാവ്. മനസ്സിലാക്കി, ഇവർ വിദേശത്ത് പഠിച്ചതാണ്, നല്ലൊരു ആക്ടിവിസ്റ്റ് ആയിരുന്നു. അതിന് ശേഷമാണ് ഇവർ രാഷ്ട്രീയത്തിലേക്ക് വരികയും ആം ആദ്മി പാർട്ടിയിലൂടെ MLA ആയിട്ട് മത്സരിച്ച് ജയിക്കുകയും ഇപ്പോൾ മുഖ്യമന്ത്രി ആകുകയും ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അരവിന്ദ് കേജ്രിവാളിൻ്റെ രാഷ്ട്രീയമാണ്, ഏത് രാഷ്ട്രീയമായിരിക്കും ഇനിയും പയറ്റാൻ പോകുന്നത്. അതായത് മൂന്നാം മോദി മന്ത്രിസഭയ്ക്ക് അരവിന്ദ് കേജ്രിവാൾ എന്ന് പറയുന്ന നേതാവ്, അതായത് ഡൽഹി മുഖ്യമന്ത്രി അല്ലാത്ത ഒരു ദേശീയ നേതാവ് ഉണ്ടാകുമ്പോൾ മനസ്സിലാക്കുക, ഏറ്റവും വലിയ ഭീഷണി ഉണ്ടാകാൻ പോകുന്ന BJPക്കാണ്. ഹരിയാന ഇലക്ഷൻ വരാൻ പോവുകയാണ്. മറ്റു പല സ്റ്റേറ്റുകളിലും അരവിന്ദ് കേജ്രിവാൾ ഒരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരനായിട്ട് ജനങ്ങളുടെ അകത്തോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ, ഒന്നാമത് ഇപ്പോൾ വളരെ കൺഫ്യൂസ്ഡാണ്. അതായത് BJP എന്ന് പറയുന്ന ഗവൺമെൻറ് തന്നെ ഒരു മൈനോറിറ്റി ഗവൺമെൻറ്റാണ്. അത് ഘടകകക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ് കേന്ദ്രം ഭരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിലാണ് അരവിന്ദ് കേജ്രിവാളിന് സമയമുണ്ട്. അതായത് ഇനിയും വരാൻ പോകുന്ന 2029 ഇലക്ഷൻ ക്രൂഷ്യൽ തന്നെയാണ്. ഏതാണ്ട് വളരെ ക്രൂഷ്യലായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. പല സ്റ്റേറ്റുകളിലും ആം ആദ്മി പാർട്ടിക്ക് വോളണ്ടിയേഴ്സ് ഉണ്ട്. അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം, ഒരു നാഷണൽ ലെവലിൽ എപ്പോഴും പ്രൊജക്റ്റ് ചെയ്യാൻ അവരുടെ ആവശ്യത്തിനും കിട്ടാവുന്ന ഒരു ലീഡറിനെ അവർക്ക് നാഷണൽ ലെവലിൽ കിട്ടിയിട്ടില്ല. കാരണം കേജ്രിവാൾ എപ്പോഴും ഡൽഹിയുമായിട്ട് കറങ്ങിയാണ് നടന്നുകൊണ്ടിരുന്നത്. അത് മാറിയിട്ട് പല സ്റ്റേറ്റുകളിലും ഇൻക്ലൂഡിങ് ഗുജറാത്ത് തന്നെ എടുത്തോളൂ, മധ്യപ്രദേശ് എടുക്കാം, രാജസ്ഥാൻ എടുക്കാം, നോർത്ത് ഇന്ത്യൻ ബെൽറ്റ് എടുക്കാം, വെസ്റ്റേൺ ഇന്ത്യ ഇൻക്ലൂഡിങ് മഹാരാഷ്ട്ര, അതേപോലെ തന്നെ കർണാടക, ഈ സ്റ്റേറ്റുകളിലൊക്കെ ഈ പാർട്ടിക്ക് കേഡേഴ്സ് ഉണ്ട്. അത് ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. ഇവർക്ക് അഭ്യുതകാംക്ഷികളുണ്ട്. ഇതിനെ സംയോജിപ്പിച്ച് നല്ല ലീഡേഴ്സിനെ സ്റ്റേറ്റ് ലെവലിൽ കൊണ്ടുവരികയാണെങ്കിൽ, അതായത് ഫുൾ ടൈം അരവിന്ദ് കേജ്രിവാൾ മോദിയെയും BJPയെയും അറ്റാക്ക് ചെയ്യാൻ നാഷണൽ ലെവലിൽ ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും BJPക്കെതിരെ സെറ്റ് ബാക്കാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, BJPക്കകത്ത് പോയേക്കുന്ന വലിയൊരു ശതമാനം നേതാക്കളും പഴയ കോൺഗ്രസ് ലീഡേഴ്സാണ്. ഈ ലീഡേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴാണ് അങ്ങോട്ട് ചാടുന്നത് എങ്ങോട്ട് ചാടുന്നത് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. നിങ്ങൾ കണ്ടു കാണും, ഈ ഹരിയാന ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പല സീനിയർ കോൺഗ്രസ് BJP ലീഡേഴ്സും കോൺഗ്രസ് പാർട്ടിയിലോട്ട് പോവുകയാണ്. അതിൻ്റെ കാരണം എന്താണ്? കാരണം വളരെ കൃത്യമായിട്ടറിയാം, ഹരിയാന ഇലക്ഷനിൽ BJP വളരെ മോശമായ രീതിയിൽ തോറ്റുപോകും. മഹാരാഷ്ട്രയിൽ സംഭവിക്കുക, എന്താണ് മഹാരാഷ്ട്രയിൽ സംഭവിക്കാൻ കാരണം? അവിടെ BJPക്കകത്തെ പല നേതാക്കൾ സീറ്റ് കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ BJPയുടെ പല ലീഡേഴ്സിനെ മാറ്റാനുള്ള സാധ്യത കൂടുതലാണ്. എല്ലായിടത്തും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് ഉണ്ട്. അതായത് ചില പാർട്ടികളുടെ അകത്ത് അവർക്ക് പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ അവർ അടുത്ത പാർട്ടിയിലോട്ട് മാറും. കാരണം ഇവർക്കിപ്പം കോൺഗ്രസ് പാർട്ടിയിലോ ആം ആദ്മി പാർട്ടിയിലോ പോയാലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. നേരത്തെ ആയിരുന്നു ആം ആദ്മി പാർട്ടിയിലും മറ്റുള്ള പാർട്ടികളിലുള്ള നേതാക്കന്മാരെ എടുക്കുകയില്ല. ഇപ്പം അത് പൂർണ്ണമായിട്ട് അങ്ങ് മാറ്റി. അപ്പം അങ്ങനെ ഒരു രീതിയിലോട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അരവിന്ദ് കേജ്രിവാൾ മോദിക്ക് ശക്തമായ പ്രതിയോഗിയായിരിക്കും. ഇവിടെ ടസലുണ്ടാകാൻ പോകുന്ന രാഹുൽ ഗാന്ധി വേഴ്സസ് കേജ്രിവാൾ ആയിരിക്കും. കാരണം രാഹുൽ ഗാന്ധിയെക്കാളിലും അക്സെപ്റ്റഡ്, അതായത് മിഡിൽ ക്ലാസ്സിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള കേജ്രിവാളാണ്. അപ്പോൾ ഇവർ തമ്മിലും പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ഈ ഒപ്പോസിഷൻ പാർട്ടിക്കകത്ത് കേജ്രിവാൾ ഒരു വലിയ ലീഡറായിട്ട് വരികയും രാഹുൽ ഗാന്ധിക്ക് ചലഞ്ചായിട്ട് തീരുകയും ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം പല സ്റ്റേറ്റുകളിലും കോൺഗ്രസിൻ്റെ വോട്ടാണ് കേജ്രിവാൾ പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഗുജറാത്ത് ആണെങ്കിലും കർണാടകയിലും പലയിടത്തും നേരത്തെ മത്സരിച്ചപ്പോഴും, അതേപോലെ തന്നെ ഗോവയിലും ഇവിടെ പിടിച്ചിരിക്കുന്നത് കോൺഗ്രസ് വോട്ടുകളാണ്. അപ്പോൾ ഇതേപോലെയുള്ള സ്റ്റേറ്റുകളിൽ അരവിന്ദ് കേജ്രിവാൾ ഫുൾ ടൈമായിട്ട് നാഷണൽ പൊളിറ്റിക്സിൽ BJPയെ എതിർക്കുന്ന സമയത്ത്, അതായത് BJP ആയിട്ട് പ്രശ്നത്തിൽ നിൽക്കുന്നവരും കോൺഗ്രസിനകത്തുള്ളവരും കേജ്രിവാളിൻ്റെ കൂടെ പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്കകത്തും കേജ്രിവാളുമായിട്ടുള്ള പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ
ഇപ്പോഴിവരൊന്നും പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല. കാരണം ഇവരുടെ എല്ലാം ഒരു എനിമി എന്ന് പറയുന്ന മോദിയും ബി ജെ പിയുമാണ്. അപ്പം ആ ഒരു ഫോർമുലയുടെ പേരിൽ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് പോവുകയും പിന്നീട് ഇവർ അടിയുണ്ടാകും. കാരണം പല ആളുകളും പറയുന്നൊരു സംഭവമുണ്ട്, പല പൊളിറ്റിക്കൽ രാഷ്ട്രീയ വിദഗ്ധരും പറയുന്നൊരു പോയിന്റ് ഉണ്ട്. ഈ ഒരു 1-2 വർഷം കഴിയുമ്പോൾ ബി ജെ പിയുടെ ഈ മോദിക്കെതിരെ വലിയൊരു ആക്രമണം ബി ജെ പിക്ക് തന്നെ അകത്ത് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഘടകകക്ഷികൾ പിന്മാറാൻ സാധ്യതയുണ്ട്. ഏകദേശം പൊളിയുന്നൊരു സെക്ടറിലോട്ട് പോവുകയും അങ്ങനെ വരികയാണെങ്കിൽ മനസ്സിലാക്കുക, ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടി ഒരുമിച്ച് പോവുകയാണെങ്കിൽ ഈ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലായിരിക്കും. അതേപോലെ പ്രതിപക്ഷത്ത് രാഹുൽ ഗാന്ധിയെക്കാളും മികച്ച നേതാവായിട്ട് കേജ്രിവാൾ വരികയും ചെയ്താൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ ഇന്ന് കാണുന്നതല്ല, നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതല്ല ഉണ്ടാകുക. അൺപ്രഡിക്റ്റബിളായിട്ടാണ് പിന്നീട് കാര്യങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. പല മാറ്റങ്ങളും ഉണ്ടാകും, പലതും സംഭവിക്കാം. ഇതിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഗുണം ചെയ്യുന്നത്, ഇതിനെയൊക്കെ വരാൻ പോകുന്ന ദിവസങ്ങളിലും മാസങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ.